مصطفى مصطفى منبع للصفا سيد الأنبياء نسابق نرقى وللغير نسعى ونرسوم للكون أحلى صور. ഒരു അറബി ഭാഷയോടനുബന്ധിച്ച് വിസ്മരിക്കാൻ പറ്റാത്ത ഒന്നാണ് ഫലസ്തീൻ. فلسطين يا مهبط الأنبياء ويا درة لسمود الإباء. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. 1973 ഡിസംബർ 18 ഐക്യരാഷ്ട്രസഭ അറബി ഭാഷയെ ഔദ്യോഗികമായി തെരഞ്ഞെടുത്ത ദിവസമാണ്. തുടർന്ന് 2010 നമ്മളെല്ലാവരും അറബി ഭാഷയെ ലോകഭാഷയായി ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ്. അതെ, പീസ് റേഡിയോ ലോക അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട് മഅൽ അറബിയയിൽ ഇന്ന് സ്വരം ആണ് പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇന്നത്തെ സ്വരത്തിൽ എന്നോടൊപ്പം ഞാൻ ഫൗസുള്ള മലപ്പുറം, എൻ്റെ കൂടെ 3 പ്രധാനപ്പെട്ട അതിഥികളാണുള്ളത്. എൻ്റെ പേര് മുബാറക് ബിലാൽ, കോഴിക്കോട് നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ഉമർ ഹാറൂൻ ബിൻ ഫൈസൽ, കോഴിക്കോട് ജില്ല, നാദാപുരം. മാഷാ അല്ലാഹ്. പിന്നെ എൻ്റെ പേര് ഫത്ഹുള്ള ബിൻ സലാഹ്, ഞാൻ മലപ്പുറം കരിഞ്ചാപ്പാടി. ഓക്കെ, എല്ലാവരും മാഷാ അല്ലാഹ് അറബി പഠിതാക്കളാണ്. അറബി ഭാഷ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരൊക്കെയാണ്. ബറക്കല്ലാഹു ഫീക്കും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സ്വരം മനോഹരമാക്കുന്നത് ഇവരൊക്കെ തന്നെയാണ്. തീർച്ചയായും അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ പ്രേക്ഷകരൊക്കെ അറിയുന്ന പോലെ 25 കോടിയിലധികം ആളുകൾ മാതൃഭാഷയായി ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് യഥാർത്ഥത്തിൽ അറബി ഭാഷ എന്നുള്ളത്. മാത്രമല്ല, അറബി ഭാഷയുടെ പ്രത്യേകത നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ അപ്പുറമാണ്. ഇന്ന് പല ഭാഷകളും അന്യം നിന്ന് പോകുമ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അതിൻ്റെ പല വാക്കുകളും അല്ലെങ്കിൽ അതൊക്കെ അന്യം നിന്ന് പുതിയ പുതിയ വാക്കുകളിലേക്ക് മാറുമ്പോൾ അറബി ഭാഷ അതിൻ്റെ തനതായ രൂപത്തിൽ ഇന്നും നിലനിൽക്കുന്നു എന്ന് തന്നെ വലിയൊരു അത്ഭുതമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമുക്കൊക്കെ അറിയാം അല്ലേ, ഖുർആൻ തന്നെയാണ്. തീർച്ചയായും ഖുർആനിൻ്റെ ആ ഒരു അമാനുഷികത, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ അറബി ഭാഷയിൽ തിരഞ്ഞെടുത്ത് തന്നെ അറബി ഭാഷയുടെ ഒരു പ്രാധാന്യം നമ്മളെ വിളിച്ചോതുന്നുണ്ട് എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, നമ്മൾ അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് ആദ്യമായിട്ടൊരു ഒരു കവിതയിലേക്ക് അല്ലേ, ഒരു ഷിഅറാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്നത്. തീർച്ചയായും പ്രേക്ഷകർക്ക് വ്യത്യസ്ത ഷിഅറായിട്ടും നഷീദുകളായിട്ടും അതുപോലെയുള്ള നമ്മളൊക്കെ കേൾക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു പാട്ട് കച്ചേരി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ തന്നെ അല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു ഷിഅറിലേക്ക് നമ്മൾ പോവാണ് ഇൻഷാ അല്ലാഹ്. ഈയൊരു അടുത്ത കാലങ്ങളിലായി നമ്മുടെ നാട്ടിലൊക്കെ വളരെ ട്രെൻഡിങ്ങിലായി പലരും കൊണ്ടുവന്നൊരു പാട്ടാണ് സൗത്ത് സഫീലുൽ ബുൽബുലി. അതിലൊരു പ്രത്യേക വരിയൊക്കെ ഉണ്ട്, തൊപ്പ് തൊപ്പ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വളരെ ആളുകളിങ്ങനെ എപ്പോഴും വായിലിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. നമ്മളിങ്ങനെ പാടുന്നു എന്ന് മാത്രം, പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ചില യാഥാർത്ഥ്യമായ കഥകളും ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ആളുകൾക്ക് അറിയില്ല. അപ്പോൾ അത് ഒന്ന് പരിചയപ്പെടുത്താന്നുള്ളൊരു ആഗ്രഹം മാത്രം. നമ്മൾ അതിൻ്റെ ഒരു ചരിത്രത്തിലേക്കാണ് ആദ്യം പോകുന്നത് അല്ലേ, ആ പാട്ടിൻ്റെ മുമ്പ്. അതെന്ന് വെച്ചാൽ പൊതുവെ കവികൾക്ക് ബുദ്ധി കൂടുതലായിരിക്കും. സ്വഹാബികളിലും ധാരാളം കവികളുണ്ട്, ആയുസ്സും കൂടുതലാണെന്ന് കവികൾക്ക് പൊതുവെ പറയപ്പെടാറുണ്ട്. അപ്പോൾ പണ്ട് അസ്മാഇ എന്നിട്ടൊരു കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഉള്ള രാജാവ് ഏത് കവിതയും ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ കാണാപ്പാടാകുന്നൊരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് 2 അടിമകളുണ്ടായിരുന്നു, ഒരു അടിമക്കുട്ടിയും ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അപ്പോൾ ഈ ആൺകുട്ടിക്ക് 2 വട്ടം കേട്ടാൽ ഏത് കവിതയും കാണാപ്പാടാകും, പെൺകുട്ടിക്ക് 3 വട്ടം കേട്ടാൽ ഏത് കവിതയും കാണാപ്പാടാകും. ആ ഒരു ഇതിലാണ്. അപ്പോൾ രാജാവിൻ്റെ വാദമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയാത്ത കവിതകൾ ലോകത്തില്ല, നിങ്ങൾ ഏത് കവിതയും പാടിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് പാടിത്തരും, അതെനിക്കറിയാം. അപ്പം പല കവികളും കവിത വന്ന് പാടും രാജാവിൻ്റെ മുമ്പിൽ, അത് രാജാവ് തിരിച്ചു പാടിക്കൊടുക്കും. അദ്ദേഹത്തിന് വിശ്വാസമാവില്ല, ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ്, ഇതെങ്ങനെ താങ്കൾക്ക് അറിയുന്നു? അപ്പം വിശ്വാസം പൂർണ്ണം എന്താ, ഒരാളും കൂടി പാടിത്തരാം. ആ കുട്ടി 2 വട്ടം കേട്ടല്ലോ, ഓനും പാടിക്കൊടുക്കും. ഓൻ പാടിയപ്പോൾ 3ാമതായിട്ട് മറ്റേ ആളും പാടിക്കൊടുക്കും. കുറുക്ക് വഴിയിലാണ് പോകുന്നത്. അപ്പോൾ ഒരു കവി ഒരു ദിവസം ധാരാളം കഷ്ടപ്പെട്ട് രാത്രി ഉറക്കി ഒഴിച്ച ഒരു കവിത
വന്ന് പാടിയപ്പോൾ രാജാവ് അത് പാടിയപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമമായി. അദ്ദേഹം ചന്തയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ അസ്മഇ എന്ന കവി അതിലൂടെ നടന്നു പോകാനിടയായി. അന്ന് ചോദിച്ചു, എന്താണ് സാഹിബ് നിങ്ങൾ കരയുന്നത്? അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അസ്മഇ ഒന്ന് പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വായിൽ കുറച്ച് പ്രയാസമുള്ള കുറച്ച് വാക്കുകൾ ഇട്ടിട്ട് അസ്മഇ ഒരു കവിത ഉണ്ടാക്കി. രാജാവിൻ്റെ നിബന്ധന എങ്ങനെയാണ്, കവിത ഏത് ഏടിലാണോ എഴുതുന്നത് ആ ഏടിനനുസരിച്ചുള്ള തൂക്കം സ്വർണം കൊടുക്കും, അത് തനിക്ക് പാടാൻ സാധിച്ചില്ലെങ്കിൽ. അപ്പം അസ്മഇ വളരെ ബുദ്ധിയുള്ളൊരു കവിയാണ്. അദ്ദേഹം ആ ഒരു കവിത ഒരു പാറയുടെ മുകളിൽ എഴുതി വെക്കും. എന്നിട്ടാണ് രാജാവിൻ്റെ അടുത്തേക്ക് പോകുന്നത്. വാതിൽ മുട്ടും. രാജാവിക്ക് ആരാണ് ചോദിക്കും, ഞാൻ അസ്മഇയാണ്, കവിയാണ് പറയും. എന്തിനാണ് ചോദിക്കും, ഒരു കവിത പാടാനുണ്ട്, പാടിക്കോ പറയും. അദ്ദേഹം മുമ്പിൽ വന്നിട്ട് ഈ കവിതയാണ് ഇങ്ങനെ പാടാൻ തുടങ്ങുകയാണ് രാജാവിൻ്റെ മുമ്പിൽ. രാജാവ് വളരെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അദ്ദേഹം പാടാണ്, صوت صفير البلبل هيج قلبي الثمل الماء والزهر مع زهر لحظ المقل وأنت يا سيد لي وسيدي ومولى لي فكم تيملي عزيل عقيقلي قطفته من وجنات من لثم ورد الخجل. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ രാജാവ് പെട്ടെന്ന് ആകെ കിളി പോയി. രാജാവ് പറയും, ഒന്ന് നിർത്തി, ഒന്നും കൂടി പാടാൻ പറയും. അപ്പോൾ അദ്ദേഹം പറയും, ഫഖാല ലാ 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 വഖദ് ഗദാ മുഹർവിലി. അങ്ങനെ തുടങ്ങാണ്. രാജാവ് ആകെ കുഴങ്ങിപ്പോവും. അപ്പം അങ്ങനെ പാട്ട് ഇങ്ങനെ പോവാണ്. നമുക്ക് ഇതെല്ലാവർക്കും അറിയുന്ന പാട്ടാണ്, പ്രത്യേകിച്ച് പാടേണ്ട ആവശ്യമില്ല ഈ പാട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ ഇത്തരം പാട്ടുകളൊക്കെ ഇന്ന് നമ്മൾ പലപ്പോഴും വേറെ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇതിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ യഥാർത്ഥത്തിൽ അറബി ഭാഷയുടെ ഒരു പ്രത്യേകത കൂടിയാണ്. കാരണം ഇത്തരം പാട്ടുകൾക്ക് ഇത്തരം ചരിത്രങ്ങൾ പിന്നിലുണ്ട് എന്ന് പറയുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പറയുന്നത്. അത് ഇന്നലെ മിഞ്ഞാന്നത്തല്ല. അപ്പം അത്ര അതൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു ആധുനിക കാലത്ത് ട്രെൻഡിങ്ങിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ആളുകളിലേക്ക് അത് എത്തിപ്പെടാനുള്ള അതിൻ്റെ ഒരു പ്രാധാന്യം എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ അല്ലേ? മാഷാ അല്ലാ. അപ്പോൾ ഈ രാജാവ് അവസാനം അദ്ദേഹം പറയാണ്, എന്നാൽ ഏട് കൊണ്ടുവരി, ഞാൻ അദ്ദേഹം സ്വർണം തരാം. അദ്ദേഹം തിരിച്ച് രാജാവിന് പറഞ്ഞ രസകരമായ സംഭവമുണ്ട്. രാജാവിനോട് പറയാണ്, ഒരു 4 ഭടന്മാരെ വേണ്ടി വരും ആ ഏട് കൊണ്ടുവരാൻ. കാരണം പാറയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ അത് കൊടുത്തെന്നാണ് ചരിത്രം പറയുന്നത്. ചരിത്രമാണ് അതിന്റെ പിന്നാമ്പുറം. ഈ അടുത്തായിട്ട് ട്രെൻഡിങ്ങിൽ വന്ന ഈ ഒരു പാട്ടിന്റെ പിന്നാമ്പുറാണ് ഇപ്പം നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടത്. അപ്പോൾ അതുപോലെ വ്യത്യസ്തങ്ങളായ അറബി നഷീദുകൾ ഇനിയും അതുപോലെ തന്നെ ഷിഅറുകളൊക്കെ വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാ നമുക്ക് അടുത്തതായിട്ടൊരു നഷീദിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ? ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ പാടാൻ പോകുന്ന നഷീദ് എന്നുള്ളത് നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ലാലാ തഹ്സബ് അന്നദ്ദീന ബഈദുൻ എന്ന് പറയുന്ന ഹുബ്ബുൻ വഹയാത്ത് എന്നുള്ള ഒരു പേരിൽ അറിയപ്പെടുന്ന നഷീദാണ്. അപ്പോൾ അത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട്, ഇസ്ലാം എന്നുള്ളത് കാഠിന്യമുള്ള അല്ലെങ്കിൽ എപ്പോഴും ഹറാമിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു മതമല്ല എന്നുള്ളതിൽക്ക് അതേ ബന്ധപ്പെട്ടൊരു നഷീദാണ്. ഇൻഷാ അല്ലാ നമുക്ക് പാടാം. ബിസ്മില്ലാ. لا تحسب أن الدين بعيد عن حب وحياة وبهجرك للدين ستحيا تعشق ما قلبك يهوى أو أن الأيام ستحلو وترى الدنيا شط نجا دينك بحر من آمال شط لجميل الأحلام ليس الدين كما تخشاه ذا ممنوع ذاك حرام فالإسلام جميل حقا هذا ليس هو الإسلام كل أوامره تهدينا وتنادينا للخير ينهانا عن كل طريق يأخذنا نحو الشر فالله رحيم وحليم يدعو دوما للبر كل أوامره تهدينا وتنادينا للخير ينهانا عن كل طريق يأخذنا نحو الشر فالله رحيم وحليم يدعو دوما للبر في الدين صلاة وصيام وكذلك فرح وسرور والمتدين من تلقاه مبتسما حلوا كالنور يسعى ليعمر دنياه وهو رقيق الطبع صبور الإسلام سلام فينا يزرع فينا حب الناس الإسلام سفينة حب يدفعها أجمل إحساس ما أحلى الدنيا لو عشنا وجعلنا الإسلام أساس كل أوامره تهدينا وتنادينا للخير ينهانا عن كل طريق يأخذنا نحو الشر فالله رحيم وحليم يدعو دوما للبر
فالله رحيم وحليم يدعو دوما للبر. മാഷാല്ലാ. പിന്നെ നഷീദിൻ്റെ അതിമനോഹരമായൊരു ഭാഗമാണ് നമ്മളിപ്പോൾ കേട്ടത് അല്ലേ. തീർച്ചയായും ദീന് എന്നുള്ളത് ഒരു പ്രയാസമായിട്ട് കാണുന്ന ആളുകൾക്കൊക്കെ അതൊക്കെ ഭയങ്കര എളുപ്പമാണ്. അതിങ്ങനെ കടിച്ചു പിടിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട, അതിങ്ങനെ പിന്നെ ആളുകൾക്കടിയിൽ ഇടങ്ങാറായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നും അല്ല എന്നുള്ളതന്നെ അല്ലേ. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ അതിൽ പറയുന്നത്. മാഷാല്ലാ. പിന്നെ വല്ലാത്ത അർത്ഥവത്തായ പാട്ടുകളാണ് നഷീദുകളുടെ ഒക്കെ ഒരു പ്രത്യേകത. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ വളരെ ആഴത്തിൽ നമുക്കതിൽ ഉൾക്കൊള്ളാണ്ട്, പ്രത്യേകിച്ചും ഇത്തരം നഷീദുകളൊക്കെ അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞു ഷിയറുകൾ, അറബിയിലെ ഷിയറുകൾ ഓരോ സംഭവബഹുലമായിട്ടാണ് ഷിയറുകൾ സംഭവിക്കാറുള്ളത്. അത്തരം ഒരു ഷിയറാണ് നമ്മൾ നേരത്തെ കേട്ടത്. തീർച്ചയായും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഗാനങ്ങൾ അല്ലെങ്കിൽ നഷീദുകൾക്കൊക്കെ പിന്നെ പ്രത്യേകിച്ചും മ്യൂസിക്കിൻ്റെ ഒന്നും അകമ്പടിയില്ലാതെ കേൾക്കുന്ന നഷീദുകൾക്കൊക്കെ നമ്മൾ കുറച്ചധികം പ്രാധാന്യം കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ചും പിന്നെ നമ്മുടെ ഈ ഈണം എന്നുള്ള ചാനലൊക്കെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ നമ്മൾ കൂടുതലും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന പഴയ പാട്ടുകളൊക്കെ, അർത്ഥവത്തായ പാട്ടുകൾ മ്യൂസിക് ഉള്ളതിൻ്റെ പേരിൽ കേൾക്കാതിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊക്കെ മ്യൂസിക് ഇല്ലാതെ കേൾക്കാനുള്ള സൗകര്യം ഇന്നുണ്ട് എന്നുള്ളത് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാണ്. ശരി, നമുക്കൊരു അടുത്തൊരു നഷീദിലേക്ക് കൂടെ പോവാം എന്ന് തോന്നുന്നു അല്ലേ. لأننا إخوة في الله وحب قد سرى لله فلا شيء يفرقنا كصرح شيد الأركان سلام القلب للخلان لأننا إخوة في الله وحب قد سرى لله فلا شيء يفرقنا كصرح شيد الأركان سلام القلب للخلان لنا قلب يؤرقنا به نبني تآخينا هنا شيء ينادينا لدرب نبضه إيمان سلام القلب للخلان لنا قلب يؤرقنا به نبني تآخينا هنا شيء ينادينا لدرب نبضه إيمان سلام القلب للخلان. മാഷാല്ലാ മാഷാല്ലാ. നഷീദുകൾ ഇങ്ങനെ ഓരോ നഷീദുകളും ഓരോരോ ഒരു ആസ്വാദനത്തിൻ്റെ ഓരോ രംഗത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കണത് അല്ലേ. തീർച്ചയായും പിന്നെ നഷീദുകൾ തന്നെ ഒരു വല്ലാത്തൊരു ആസ്വാദനം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ചില നഷീദുകളൊക്കെ അതിൻ്റെ ഉറവിടം പരിശോധിക്കുകയാണെങ്കിൽ പലപ്പോഴും പിന്നെ പ്രത്യേകിച്ചും ഇത് പാടുന്ന ആളുകൾ, അത് ഉണ്ടാക്കുന്ന ആളുകൾ, അവരൊക്കെ അതിന് പ്രത്യേകം പിന്നെ മിക്ക നഷീദുകളുടെയും ഉറവിടം എന്നുള്ളത് നമുക്ക് സൗദി അറേബ്യ അതുപോലെ തന്നെയുള്ള അത്തരം സ്ഥലങ്ങളിൽ നിന്നാണ്. കാരണം അറബി ഭാഷയുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നാട് എന്ന നിലക്ക് അതിൽ പ്രധാനമായിട്ടും നമുക്ക് ചില നാശിദീങ്ങളെ, അതിൻ്റെ നഷീദ് പാടുന്ന ആളുകളൊക്കെ നമുക്ക് പരിചയപ്പെടാൻ ഇൻഷാ അല്ലാഹ് അടുത്ത സന്ദർഭങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. തീർച്ചയായും ഇത്തരം നഷീദുകളുടെ മനോഹാരിതയാണ് നമ്മളിതിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു നഷീദിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. ഉമർ. طويل الشوق يبقى في اغترابي فقير في الحياة من الصحاب ومن يأمنك يا دنيا الدواهي تدوسين المصاحب في التراب وأعجب من مريدك وهو يدري بأنك في البراء أم العجاب ولولا أن لي معنى جميلا لبعت المكث فيها بالذهاب رأيت الله في ذا الكون ربا
جميع الكائنات له تحابي شواهد أنه فرد جليل على رغم المجادل بالكذاء تأمل قدرة الرحمن وانظر سيهديك التأمل للصواب ومد الطرف في كل النواحي سؤالك سوف يرجع بالجواب تفيأ من ظلال الأرض حينا ولا تغتر يوما بالسراب وقف فوق القبور فرب ذكرى ستحمدها وتأوي بالإياب ورتل نغمة القرآن تلقى يباعدك الثواب عن العقاب وتابع مرسلا هاد حكيما أشعت بحكمة من كل باب. മാഷാല്ലാ മാഷാല്ലാ. നഷീദിൻ്റെ വേറൊരു രംഗത്തേക്കാണ് നമ്മളെ കൊണ്ടുപോയത്. വല്ലാതെ സങ്കടപ്പെടുത്തുന്നത് അല്ലേ. നഷീദുകൾക്ക് ഇത്തരം ഒരു രൂപങ്ങളും നഷീദുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഇത്തരം നഷീദുകളൊക്കെ വല്ലാതെ ഹൃദ്യമാണ്. നഷീദുകൾ പാടുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സൂചന. പ്രത്യേകിച്ചും ഇത് ഇതിൽ കുറച്ചുകൂടെയൊക്കെ നമുക്കൊക്കെ അറിയുന്ന ഒരാളാണ്. കുറച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ദഅ്വാ രീതി തന്നെ നഷീദുകളിലൂടെയും ഖുർആന് ഒക്കെ ഓതിക്കൊണ്ടൊക്കെ ദഅവത്ത് നടത്തുന്ന ഒരു വ്യക്തിയെ നമുക്ക് അറബി നാട്ടിലുള്ള മൻസൂർ സാലിമി, ഷെയ്ഖ് മൻസൂർ സാലിമിയെക്കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ നഷീദുകളൊക്കെ ഇത്തരം ഒരു വല്ലാതെ ഹൃദ്യമായിട്ട് ഇമോഷണൽ ആയിട്ടുള്ള നഷീദുകളൊക്കെ കേൾക്കാൻ സാധിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ദഅ്വാ രീതി എന്നുള്ളത് തന്നെ ഒരു സ്ഥലത്ത് അത്യാവശ്യം ആളുകളൊക്കെ ജനങ്ങളൊക്കെ കൂടുന്ന സ്ഥലത്ത് കുറച്ച് മൈക്കും സെറ്റപ്പൊക്കെ ചെയ്തിട്ട്, അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്, പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവിടെ ആൾ കൂടുന്ന സ്ഥലത്ത് ഇത്തരം ഖുർആനിലേക്ക് ആളുകളെ അടുപ്പിക്കുന്ന ഒരു പ്രത്യേക തരം, അത് വല്ലാത്തൊരു മാഷാഅല്ലാ ഒരു പ്രത്യേക രൂപത്തിലുള്ള ഒരു ദഅവത്താണ്. മാഷാഅല്ലാ. അത് നമ്മളെ നാട്ടിൽ എത്രത്തോളം പോസിബിളാണ്. കാരണം ഖുർആൻ മനസ്സിലാകുന്ന ആളുകൾ വേണം. അവിടെ എന്ന് പറഞ്ഞാൽ ഖുർആൻ അറബി വായിച്ച് വളർന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു സാധ്യത കൂടെ അതിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ആ ഒരു ദഅ്വാ രീതി മാഷാഅല്ലാ നല്ലൊരു മനോഹരമായിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം ഇത്തരം നഷീദുകളൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. ഞാൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു നഷീദാണ്. യാ ഷാക്കിയൻ ഹമ്മൽ ഹയാതി വദിഖഹാ അബ്ശിർ ഫറബ്ബുക ഖദ് അബാന المنهجا من يتق الرحمن جل جلاله يجعل له من كل ضيق مخرجا يجعل له من كل ضيق مخرجا. ഇത് ആളുകളെ ഒന്നുണ്ട് അട്രാക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ്. പിന്നെ അതിന് ശേഷം ആ പാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് പോവാണ്. ഇലാഹി വഖഫ്തു ദുമൂഇ തസീൽ വഖൽബി ബിബാബിക ബാകിൻ ദലീൽ فذنبي كبير وزادي قليل فمنا علي بعفو جميل أتيت أجر خطايا السنين أتيت إلى أرحم الراحمين وكل اعتقاد وكل يقين بأن لديك شفاء العليل بأن لديك شفاء العليل. വളരെ നമ്മളെ
വല്ലാതെ അർത്ഥതലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴേ, കാരണം നമ്മൾ ആലോചിക്കാറുണ്ട് നമ്മൾ അള്ളാഹിനോട് പറയുന്ന കാര്യങ്ങൾ, ഇത് സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുമ്പോൾ ഒരു പിന്നെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അദ്ദേഹം ഒരു ആയത്തിലേക്ക് പോകണം. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. സൂറത്ത് ഖാഫിലാണ് അല്ലേ. പിന്നീട് അതിന്റെ തുടർച്ച അങ്ങനെ, ഇത് യതലഖൽ മുതലഖിയാൻ അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്. അത് വേറെ പിന്നെ ഖുർആനിന്റെ മറ്റൊരു തലത്തിലേക്ക് പോവാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ദഅവത്ത് നടത്തുന്ന ആളുകൾ നിങ്ങളിപ്പം പാടിയപ്പോൾ എനിക്ക് വല്ലാതെ ഒരു ഇമോഷണൽ വരികയാണ്. അതെ, എന്താ വെച്ചാൽ എൻ്റെ ജീവിതം വളരെ ദീർഘമായ ഒരു യാത്രയാണ്, പക്ഷെ എൻ്റെ അടുക്കുള്ള പാതയും വളരെ കുറവാണെന്ന് പറഞ്ഞു. ആസാദി ഖലീൽ എന്ന് പറഞ്ഞത് അല്ലാതെ എന്തോ കൊണ്ടു. അതെ. അപ്പോൾ അത്തരം ഒരു രൂപത്തിലൊക്കെ ദഅവത്ത് നടത്തുന്ന ആളുകൾ ഈ നമ്മളിപ്പോൾ നഷീദ് അല്ലെങ്കിൽ സ്വരം എന്ന നമ്മളെ ഈ ഒരു സെഷനിൽ തന്നെ ഇത്തരം നഷീദുകളുടെ ചരിത്രം കൂടെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അത്തരം ചരിത്രങ്ങൾ, ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടെ ഇതിലുണ്ട് എന്നുള്ളത് പ്രേക്ഷകർ പ്രത്യേകം അത് ഉൾക്കൊള്ളണം ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ ഇനിയും ഒരു നമ്മുടെ നഷീദിൻ്റെ തുടർച്ചയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയൊരു ഷിഅർ അല്ലേ, ഷിഅർ നമ്മൾ ഫസ്റ്റ് കേട്ടു. വ്യത്യസ്ത നമ്മൾ പറഞ്ഞു ഷിഅറിന് വ്യത്യസ്തങ്ങളായ ചരിത്രങ്ങൾ ഷിഅറിനുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ നേരത്തെ ഒരു രാജാവിൻ്റെ കഥ സുഹൃത്ത് ഉമർ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഷിഅർ ഉണ്ടാവുന്നതൊക്കെ ഒരു നിമിഷക്കവികൾ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയാറുള്ളത്, പെട്ടെന്ന് ഉണ്ടാവുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ മറ്റൊരു ചരിത്രം ഓർക്കുന്നുണ്ട് ഉമറിന്, അത് മനസ്സിലാവുമെന്ന് വിചാരിക്കണു. ഒരു രാജാവ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോബി എന്താ വെച്ചാൽ ആളുകളൊക്കെ പിന്നെ ജയിലിലാക്കുക, എന്നിട്ട് പുറത്തിറക്കുമ്പോൾ പറയും ഇത് പുറത്തിറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് കവിതകൾ അല്ലെങ്കിൽ ഇന്ന കണ്ടീഷൻ വെച്ചിട്ട്, ആ കണ്ടീഷൻ കാഫ് അല്ലേ. ഓക്കെ അതെന്ന് വെച്ചാൽ രാജാവ് ഒരു കവിയെ ജയിലിട്ടതാണ്. അപ്പൊ കവിയോട് രാജാവ് ഒരു കണ്ടീഷൻ വെക്കും. എന്താണെന്ന് വെച്ചാൽ 3 വരി കവിത പാടിത്തരണം. ആ വരിയിൽ 40 കാഫും വേണം. അത് കുറച്ചൊരു കടുപ്പുള്ള ടാസ്ക് തന്നെയാണ്. 40 കാഫ്, ഒരക്ഷരം 3 വരിയിൽ വരികയെന്ന് വെച്ചാൽ അപ്പൊ കവി എന്ത് ചെയ്യുന്നു, വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ പാടുകയാണ്. അപ്പം അത് ഒന്ന് ഞാൻ കേൾപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അദ്ദേഹം പറഞ്ഞത്, كفاك ربك كم يكفيك واكفة كفكافها ككمين كان من كلك تكر الكر ككر الكر في كبد تبكي مشكشكة كلك كان لك كفاك ما بكفى في الكاف كربته يا كوكبا كان يحكي كوكب الفلك. വളരെ അത്ഭുതപ്പെടുത്താണ്. എന്നുവെച്ചാൽ ഇത് കുറച്ച് കാഫ് എത്ര എണ്ണാന്നുള്ളത് പ്രേക്ഷകരോട് കൂട്ടത്തില്. അപ്പോൾ ഇതാണ് കവികളുടെ അല്ലെങ്കിൽ കവിതകളുടെ ഒരു ശൈലി എന്നുള്ള ഈ രൂപമാണ്. നമ്മൾ ലോക അറബി ഭാഷാ ദിനമായിട്ട് ബന്ധപ്പെട്ട് കവിതകളുടെ ഒരു പ്രാധാന്യം തന്നെ നമ്മൾക്ക് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഒരു പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന പിന്നെ ഈ കവിതകൾക്കൊക്കെ പ്രത്യേകം ഒരു സ്ട്രക്ചറുണ്ട്. നമ്മളതിന് അറബിയിൽ ബഹർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ബഹർ തൊവീൽ, ബഹർ കാമിൽ, ബഹർ ബസീത്ത്, അങ്ങനെയൊക്കെ വ്യത്യസ്ത 12ഓളം ബഹറുകൾ അറബിയിലുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതതിൻ്റെ മാഹിര്യങ്ങൾക്കാണ് അതിൽ കൂടുതൽ അവഗാഹം ഉണ്ടാവുക. നമ്മളൊന്നും പറയുന്നത് അതിലൊരു പിന്നെ എന്താ പറയുക പൂർണ്ണത വരില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ വിഷയം എല്ലാം എന്ത് ചെയ്യാണ്, സ്കിപ്പ് ചെയ്യാണ്. തീർച്ചയായും അറബി ഭാഷയ്ക്ക് അത് നമ്മളൊന്നും വിചാരിക്കുന്ന ഒരിക്കലും നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു അതിൻ്റെ തനിമ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭാഷയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അറബി ഭാഷ എങ്ങനെയാണോ ഈ ലോകത്ത് പിന്നെ ഉണ്ടായിട്ടുള്ളത്, അതെങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അത് പറഞ്ഞിട്ടുള്ളത്, അത് ഒരു അണുവിട തെറ്റാതെ ഇന്നും ആ ഒരു പിന്നെ തനിമ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് സംസാരിക്കുന്നുണ്ട്, അത് ഉച്ചരിക്കുന്നുണ്ട്, അത് എഴുതപ്പെടുന്നുണ്ട്. അതാണ് അറബി ഭാഷയുടെ ഒരു പ്രത്യേകത. മാഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളൊരു നഷീദിലേക്ക് തന്നെ വീണ്ടും പോവാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്തൊരു നഷീദിലേക്കാണ് ഇൻഷാ അല്ലാഹ് പോകുന്നത്. കശൗഖിൽ ലയാലി എന്ന് തുടങ്ങുന്ന ഒരു നഷീദാണ് ഇൻഷാ അല്ലാഹ്. كالشوق الليالي لضوء القمر كعشق اليبابي لقطر المطار نجيء وفي راحتينا الضياء نقاء وحبا لكل البشر
كالشوق الليالي لضوء القمر كعشق اليبابي لقطر المطر نجيء وفي راحتينا الضياء نقاء وحبا لكل البشر نسابق نرقى وللغير نسعى ونرسوم للكون أحلى صور فأنا تطيب لنا ذي الحياة وفينا ضعيف الجناح انكسر نسابق نرقى وللغير نسعى ونرسوم للكون أحلى الصور فأنا تطيب لنا ذي الحياة وفينا ضعيف الجناح انكسر وفينا ضعيف الجناح انكسر. മാഷാ അല്ലാഹ്, നഷീദുകളുടെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ വീണ്ടും ഒരു ഷിഅറിലേക്ക് തന്നെ വീണ്ടും പോവാണ്. ഉമർ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ പ്രേക്ഷകരെ ആദ്യം ഒരു കവിത പാടി കേൾപ്പിച്ചിരുന്നു. സൗത്ത് സഫീരിൽ ബുൽബുലി, നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരു കവിതയായിരുന്നത്. അപ്പോൾ അതിനോട് തുലനപ്പെടുത്തി അതേപോലെയുള്ളൊരു കവിത ഈ കാലഘട്ടത്തിലടുത്ത് നമുക്കൊക്കെ ഞാൻ കേട്ട് പരിചയം ഉണ്ടാവില്ല കവിത, എന്നാലും നമുക്കൊക്കെ വളരെ പരിചയമുള്ള വ്യക്തിയാണ് അത് എഴുതിയിട്ടുള്ളത്. മക്കത്തെ ഹറമിലെ ഇമാമായ ഷെയ്ഖ് ഷുറൈം ഹഫിളഹുല്ല, അദ്ദേഹം സുഅദ് ഷുറൈം അദ്ദേഹം എഴുതിയൊരു കവിത. അതിൻ്റെ മുഴുവനായും കേൾപ്പിക്കുന്നില്ല, ചില ഭാഗങ്ങൾ ഞാൻ പാടുകയാണ്. وقد رأيت فرحة على الوجوح تعتلي فصافحوا وأفصحوا وصحصحوا للقبل وأنشدوني يا هلا يا لا لي يا للي يا ضيفنا لو زرتنا لا تدركن ما يلي أنا ضيوف عندكم وأنت رب المنزل يا ابن الشريب مرحبا في مرحب رحب السلي وقد شممت طبخة بالفلفل المفلل تشدني بنكهة شديدة التغلغل فجاءنا بقهوة تفوح بالقرنفل ونبت تمر خص لي خلاص خالص خلي فذقت منه ذوقة من المذاق المذهل وقد رأى بسفرة تقود للتأمل من الحروف قانع قد انحنى من الغلي فصار مثل عاجز جثى من التذلل من فوقه لفافة قد رملوه للصلي بقرس بر بره أبر بر بر لي والرز رز معدتي رزا كرز الكابل وقلقلوا مقلقلا قلقل من مقلقل قلقله فقال قل قولك في المقلقل فقلتها مقلقلا قلقل ولا تقللي. ഇങ്ങനെ വളരെ രസമുള്ള ചില വരികളാണ്. അപ്പോൾ ഇത് അദ്ദേഹത്തെ ഒരു സുഹൃത്ത് അതിഥിയായി വീട്ടിലേക്ക് ക്ഷണിക്കുകയും വളരെ ആഡംബരമായി അദ്ദേഹത്തെ സൽക്കരിച്ചപ്പോൾ അദ്ദേഹം ആ ഒരു അവിടെ കണ്ട കാഴ്ചകളും അദ്ദേഹത്തിന് നൽകിയ ഭക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് പറയുന്നത്, അദ്ദേഹത്തിൽ ഭക്ഷണത്തിന്റെ കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നത്. ആദ്യം കാവ മറ്റേ കൊണ്ടുവച്ചു ഒക്കെ അദ്ദേഹം പറയാണ്. ഭാഷ വളരെ വളരെ കടുപ്പമുള്ള ഭാഷയും അറബിയിൽ വളരെ ധാരാളം അർത്ഥങ്ങൾ കിട്ടുന്ന ഭാഷയുടെ ചില പദങ്ങൾ വെച്ചിട്ട് അങ്ങനെയുള്ള പല കളികളും അറബി ഭാഷയിലുണ്ട്. അറബി ഭാഷയുടെ ഒരു വല്ലാത്തൊരു രൂപമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എന്നാൽ അതോടൊപ്പം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് അറബി ഭാഷ പഠിക്കാനും അത് മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ്. മറ്റേ നമ്മളിപ്പോൾ നമ്മളെ നാട്ടിൽ ഒരു മലയാളി അല്ലാത്ത ഒരാൾ വന്നാൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, വേറെ ഏത് ഭാഷയ്ക്കും ഇത്ര ടൈറ്റില്ല, മലയാളം പഠിക്കാൻ ഭയങ്കര ടൈറ്റാണെന്ന് പറയുന്നേക്കാം. എന്നാൽ അറബി അങ്ങനെയല്ല, അറബി ഭാഷ വളരെ സിമ്പിളാണ് പഠിക്കാൻ. എന്നാൽ അറബി ഭാഷയുടെ സാഹിത്യത്തിൻ്റെ ഒരു രംഗത്തേക്ക് കയറി ചെന്നാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അറബി ഭാഷയിൽ ഒരു കാര്യത്തിന് പല രൂപത്തിലും പ്രയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു ദർബ എന്നുള്ള വാക്കിന് തന്നെ 60ഓളം അർത്ഥങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഏത് മേഖലയിൽ എന്ത് ചെയ്യാം, ആ ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ചില വാക്കുകൾക്ക് ഒരുപാട് പിന്നെ അതിൻ്റെ ഓരോ വാക്കുന്നും അതിൻ്റെ ഫായില് മഫൂല് അങ്ങനെ അങ്ങനെ അതിന് മുസ്തഖായി വരുന്ന കുറേ വാക്കുകൾ അറബി ഭാഷയുടെ പ്രത്യേകതയാണ്. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേറെ ഒരു ഭാഷക്കും
അത്തരം ഒരു പിന്നെ ഭാഷ അങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് ആ ഒരു പദത്ത് നീട്ടി 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 അത് എത്ര അർത്ഥങ്ങളിൽ എത്തിക്കുക എന്നതിനേക്കാൾ പല എണ്ണാൻ പോലും കഴിയാത്തത്ര വാക്കുകൾ നമുക്ക് അതിലേക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. മാഷാ അല്ലാ. അപ്പോൾ അറബി ഭാഷാ ദിനത്തിൽ നമ്മൾ നഷീദുകളിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. ഇൻഷാ അല്ലാ ഒരു പിന്നെ വ്യത്യസ്ത നഷീദിലേക്കാണ് ഇനി പോകുന്നത്. ഫതഹുള്ള. مصطفى مصطفى منبع للصفا سيد الأنبياء مشعل في الوفا كان في عطفه لليتامى دفا حن قلبي له فاض شوقا إليه ليس أرجو سوى شربة من يديه الصلاة عليه والسلام عليه للسماء ارتقى فأتى بالنقى وغدا وجهه نيرا مشرقا كان من عفوه حين هان اللقاء قال فلتذهبوا أنتم تلاقى مصطفى مصطفى منبع للصفا سيد الأنبياء مشعل في الوفا كان في عطفه لليتامى دفا. മാഷാ അല്ലാ. ഇതുവരെ നഷീദുകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഒരു അല്ലേ സന്തോഷകരമായ മനോഹരമായൊരു നഷീദ് തന്നെയാണ്. ബറക്കല്ലാഹു ഫീക്ക്. എല്ലാവരും വ്യത്യസ്ത രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുക എന്നുള്ളത് അത് നഷീദിൻ്റെ ഒരു പ്രത്യേകതയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഗാനങ്ങളുടെ ഷിയറുകളുടെ ഇതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്തകളിലേക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആസ്വാദനങ്ങളിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഇൻഷാ അല്ലാ വീണ്ടും അടുത്തൊരു നഷീദിലേക്കൂടെ നമ്മൾ പോവുകയാണ്. ഓക്കെ. طال ليلي والليالي حملها فوق احتمالي نال مني غير أني معي ربي لا أبالي أثقلت روحي عيوبي كبلت قلبي ذنوبي ارجعي يا نفس توبي من ضياعي من ضلالي كم تنادي يا عبادي غير أني في عنادي هائم في كل وادي عن يميني عن شمالي طال يا دنيا انتظاري كان ذنبي باختياري هل سينجيني اعتذاري أم سترديني في عالي طال ليلي والليالي حملها فوق احتمالي نال مني غير أني معي ربي لا أبالي أثقلت روحي عيوبي كبلت قلبي ذنوبي ارجعي يا نفس توبي من ضياعي من ضلالي. മാഷാ അല്ലാ മാഷാ അല്ലാ. ഇനി നമ്മുടെ നഷീദ് ഇവിടെ അവസാനത്തിലേക്ക് പോവുകയാണ്. തീർച്ചയായും അറബി ഭാഷയെ നമ്മൾ നെഞ്ചിലേറ്റുന്നവരാണ്. അതുകൊണ്ട് തന്നെ അറബി ഭാഷയുടെ ഒരു 1400 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടിട്ടുള്ള ഷിയറുകളാണ് കൂടുതലും നമുക്ക് കാണാൻ കഴിയുക. ഒരു ഷിയറിലേക്ക് അല്ലെങ്കിൽ ഒരു അവസാനത്തെ ഷിയറിലേക്ക് ഇൻഷാ അല്ലാ നമ്മൾ പ്രവേശിക്കുകയാണ്. ഓക്കെ. അമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുമ്പ് തന്നെ നമ്മളെ അറബി ഭാഷയിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന കവിയാണ് ഇമ്രുൽ ഖൈസ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ വളരെ രസകരമായ ചില വരികളാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ. ഫഹീഹി വഹീഹി സുമ്മ ഹീഹി വഹി വഹി
منل من الدنيا من الناس بالجمل ألا لا ألا إلا لآلاء لابث ولا لا ألا إلا لآلاء من رحل فكم كم وكم كم ثم كم كم وكم وكم قطعت الفيافي والمهامها لم أمل وكاف وكف كاف وكفي بكفة وكاف كفوف الودق من كفها انهمل فلولو ولولو ثم لولو ولو ولو دنا دار سلمى كنت أول من وصل وعن عن وعن عن ثم عن عن وعن وعن أسائل عنها كل من سار وارتحل وفي في وفي في ثم في في وفي 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 وجنتي سلمى أقبل لم أمل وسلسل وسلسل ثم سلسل وسل 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 دار سلمى والربوع فكم أسل وشنصل وشنصل ثم شنصل عشنصل على حاجبي سلمى يزين مع المقل. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഓരോ കവിതകളും ഓരോ ഷെയറുകളും നമ്മൾ പറഞ്ഞല്ലോ ഒരു പ്രത്യേക ശൈലിയാണ് അതിനുള്ളത്. ഇതിപ്പോൾ ഇമ്രുൽ ഖൈസ് ഉമർ പറഞ്ഞു, വളരെ പഴക്കം ചെന്ന അതിലേറ്റ ഏറ്റവും മൂത്ത കവി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇമ്രുൽ ഖൈസ്. ഒരൊറ്റ നിൽപ്പിന് ആയിരങ്ങളിലേറെ വരികൾ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. യെസ് യെസ്, അതെ. അപ്പോൾ ഇതാണ് അറബി ഭാഷയുടെ ഒരു മറുപുറം, അല്ലെങ്കിൽ അങ്ങേ തല പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരം ആളുകളൊക്കെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ പ്രത്യേകം വരികൾ നമ്മൾ ഒരുപാട് നഷീദുകൾ അതുപോലെ തന്നെ ഷെയറുകളൊക്കെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇഷ്ടപ്പെട്ട വരികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യല്ലേ, തീർച്ചയായും. മാത്രമല്ല നമ്മൾ നഷീദുകളിലേക്ക് നോക്കുമ്പോൾ വ്യത്യസ്ത ആസ്വാദനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഒരിക്കലും നമ്മൾ ഖുർആനും നഷീദും ഒരുപോലെ കൊണ്ടുപോകാൻ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല അല്ലേ. തീർച്ചയായും ഖുർആൻ എന്നുള്ളത് അതൊരിക്കലും രാത്രി കേട്ടുറങ്ങേണ്ട ഒരു സാധനമല്ല. അത് അള്ളാഹുവിൻ്റെ കലാമാണ്. അത് അതിൻ്റെ അഭവ്യതയോടുകൂടെ തന്നെ കേൾക്കേണ്ട, മനസ്സിലാക്കി അർത്ഥം അറിഞ്ഞ് ആസ്വദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഖുർആനും നഷീദും ഒരിക്കലും ഒരുപോലെ കൊണ്ടുപോകേണ്ട ഒരു സാധനമല്ല എന്നുള്ളത് നമ്മൾ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരിക്കലും ഒരു അറബി ഭാഷയോടനുബന്ധിച്ച് വിസ്മരിക്കാൻ പറ്റാത്ത ഒന്നാണ് ഫലസ്തീൻ. തീർച്ചയായും ഇന്ന് ഫലസ്തീനിലെ അവസ്ഥ എന്നുള്ളത് ഒരുപക്ഷെ വെടി നിർത്തൽ പ്രഖ്യാപിച്ചെങ്കിൽ പോലും അവിടുത്തെ അവസ്ഥകളൊക്കെ ഒരു പഴയ പോലെ ആവണമെങ്കിൽ, നമുക്കറിയാം ഒരു ബിൽഡിങ് തകർന്നു കഴിഞ്ഞാൽ ബിൽഡിങ് പഴയ പോലെ ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബിൽഡിംഗ് അല്ല അവിടെ തകർന്നിരിക്കുന്നത്, അവിടെ പിന്നെ ഭൂമി തന്നെ പിളരുന്ന രൂപത്തിലുള്ള ബോംബുകളാണ് അവിടെ വർഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു മാറ്റം എന്നുള്ളത് വല്ലാത്തൊരു വിശപ്പിൻ്റെയും പട്ടിണിയുടെയൊക്കെ ഇടയിലൂടെ ഇതൊക്കെ മാറി വരിക എന്നുള്ളത് വല്ലാത്തൊരു പിന്നെ മാറ്റം തന്നെയാണ്. അപ്പോൾ അത് സാധ്യമാകാൻ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാഹ്. ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നഷീദിലേക്കാണ് ഫതഹുല്ലാ. ستبقين فينا كروح الحياة وتبقين خالدة الذكريات وتبقين أما لتلك الشعوب تضم الورى من هزيم الشتات تضم الورى من هزيم الشتات فلسطين يا مهبط الأنبياء ويا درة لسمود الإباء تعودين حقا لنا مثلما كما كنت بدرا هنا في السماء كما كنت بدرا هنا في السماء. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. പിന്നെ അള്ളാഹു ഫലസ്തീനിലെ മക്കൾക്ക് കൂടുതൽ കാലം താമസിക്കാനും അവരുടെ അസ്തിത്വത്തെ വീണ്ടെടുക്കാനൊക്കെ ഉള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീൻ ചിരിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു മൻസുർ ഇഖ്വാനന ഫി ഫലസ്തീൻ. ആമീൻ ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ പിന്നെ അവസാനത്തിലേക്ക് പോവുകയാണ്. നമുക്ക് ഒരുമിച്ചൊരു നഷീദ് അല്ലേ.
ഒരുമിച്ചൊരു നശീദിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇനി പോകുന്നത്. معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال. معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال. ولكي لا ننطفئ هلم كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى بنضال. ولكي لا ننطفئ هلم كي نحيي فينا الآمال نزرع قيما نمحي جهلا للجنة نسعى بنضال. هات الكف يا مسلمنا لا تغرق فالدنيا زوال فالغاية والهم الأسمى فردوس الرحمن ظلال. فردوس الرحمن ظلال. معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال. معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال.